എല്ലാവർക്കും ഡ്രാമ റിവ്യൂയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവനാണെങ്കിൽ ഒരു ഫ്ലവർ ഷോപ്പിൽ ഫ്ലവർ വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരാളുമായിട്ട് ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. ആ ആളാണെങ്കിൽ ഇവനെ പിടിച്ച തള്ളുകയും ചെയ്യാണ്. ആ തള്ളൽ ഇവന് പെട്ടെന്ന് തന്നെ വയ്യാതാവുന്നുണ്ട്. ഇവന് വല്ലാത്ത രീതിയിൽ ശ്വാസം മുട്ടുകയും ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാണ്. ആ ഷോപ്പ് ഓണറാണെങ്കിൽ പിടിച്ച് തള്ളിയ ആളെ പിടിച്ച് നിർത്തുകയും അയാളെ കൊണ്ട് തന്നെ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ആംബുലൻസ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഇവൻ പോകുന്നത്. അങ്ങനെ ഇവർ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഈ ആൾ തള്ളിയത് കൊണ്ടല്ല ഇവന് വയ്യാതായത്. ഇവന് ഓൾറെഡി ഒരു ഹാർട്ടിൽ പ്രോബ്ലം ഉണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്ത സമയത്ത് അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവൻ്റെ ഹാർട്ട് ഫെയിലിയർ ആവുന്നുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവന് ലങ്സ് ഇൻഫെക്ഷനും ഉണ്ട്. പക്ഷേ ലങ്സ് ഇൻഫെക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഹാർട്ട് ഫെയിലിയർ ആണ് ഇപ്പോൾ മെയിൻ കൺസേൺ ആയിട്ടുള്ള ഇഷ്യൂ. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഉടനെ തന്നെ നടത്തേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ലിസ്റ്റിൽ പേര് കൊടുക്കാൻ വേണ്ടി പറയാണ്. ഹാർട്ട് ഡോണർ ലിസ്റ്റിൽ പേര് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുകയാണ്. അവൻ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് അവനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഡോക്ടേഴ്സൊക്കെ അവൻ്റെ ബ്രദറിനെയും സമാധാനിപ്പിക്കുകയാണ്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, പക്ഷേ ഇപ്പോൾ ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റംസാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയാണ്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവിടേക്ക് പോലീസ് വരെയാണ്. കാരണം ഈ ഒരു വഴക്കിനിടയിലാണല്ലോ അവന് വയ്യാതായത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസിഡൻറ്റ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് അവിടെ വരുന്നുണ്ട്. CCTV ഒക്കെ ആ ഫ്ലവർ ഷോപ്പിലുള്ള CCTV ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അയാൾ വലിയ രീതിയിലൊന്നും അവനെ പിടിച്ച് തള്ളിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവൻ്റെ ബ്രദറും പറയാണ് അവന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാര്യം അവൻ്റെ ബ്രദറും പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് അയാളെ ഇവൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ ഇവൻ്റെ ചേട്ടൻ്റെ മോനാണ്. അയാളും ഈ ഒരു ഹാർട്ട് കണ്ടീഷൻ കാരണമാണ് മരിച്ചു പോകുന്നത്. അതിനുശേഷം ഇവനാണ് അവനെ നോക്കുന്നത്. അപ്പോൾ അവനും സെയിം കണ്ടീഷൻ തന്നെ വന്നിരിക്കുകയാണ്. താങ്ക്